ഹായ് ഓൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ലാസ്റ്റത്തെ വർഷത്തിനെ കുറിച്ചിട്ടുള്ള ഒരു റീക്യാപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2025 എൻ്റെ ലൈഫിൽ എങ്ങനെയായിരുന്നു എന്നും എങ്ങനെയാണ് ഞാൻ ആ ഒരു വർഷത്തെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആസ് യൂഷ്വൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നു, DM-ലും വന്നു, Q&A സെഷനിലും വന്നു. അതിനകത്ത് ഞാൻ അതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ ലാംഗ്വേജിലേക്ക് അത് ChatGPT-യിലിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മംഗ്ലീഷിലൊക്കെ ആയിട്ടായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സൈക്കോളജി ഞാൻ പഠിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഞാൻ എന്നെ തന്നെ കാണുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സൈക്കോളജി ഞാൻ പഠിക്കാനെടുത്ത ഡിസിഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ചസ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് അവെയർനെസ് കൂടി എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഓരോ തിയറീസും പിന്നെ പ്രാക്ടിക്കൽ പേപ്പേഴ്സും ഓരോ ചെറിയ ടോപ്പിക്ക് കൗൺസിലിങ്ങിലും സൈക്കോളജിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കുക, ഓക്കെ നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ആവുന്നത്, നമ്മളുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് സെൽഫ് അവെയർനെസ് നല്ല രീതിക്ക് തന്നെ കൂടും. അപ്പം സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എന്നെ തന്നെ കാണുന്ന പേഴ്സ്പെക്റ്റീവിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ബിക്കോസ് ആ ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ഒരു ഹ്യൂമൻ മൈൻഡ്, നമ്മുടെ ലൈഫ്, ഇതൊക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഏതെങ്കിലും ഒരു തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റ് അതെന്നെ കുറച്ച് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിലെനിക്ക് കുറച്ച് ഭയങ്കര ഇപ്പം പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സിഗ്മണ്ട് ഫ്രോയിഡ്, എറിക് എറിക്സൺ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ കുറേ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരുപാട് സ്റ്റേജസ് പറയുന്നുണ്ട്. ഒരാൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്ന സ്റ്റേജ് വരെയുള്ള ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് പറയുന്നുണ്ട്, മെൻ്റലി ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ അതിനകത്തുള്ള ഡെവലപ്മെൻറ്റ്സ് നോക്കിയപ്പം എൻ്റെ കഴിഞ്ഞ സമയങ്ങളിൽ ഞാൻ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തായിരുന്നു, അതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ എൻ്റെ പാരൻസിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം നമുക്കിപ്പോൾ അവരോടൊക്കെ ചില കാര്യങ്ങളൊക്കെ ദേഷ്യം തോന്നുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഈ തിയറീസുമായിട്ട് കണക്ട് ചെയ്തിട്ട്, ഓക്കെ അവരിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് അവർ പല സമയത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അങ്ങനെയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റിയപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് ആ തിയറീസൊക്കെയാണ് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അടുത്തത്, സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് പണ്ടത്തേതിൽ നിന്ന് വെച്ചിട്ട്. ഞാൻ അപ്പോൾ 25-ൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ ഞാൻ പറയാം. അപ്പം സക്സസ് എന്ന് പറയുന്ന ഓരോ വർഷങ്ങളിൽ തന്നെ നമുക്കതിനോടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഒക്കെ മാറി തുടങ്ങും. ഒരു സമയത്ത് നമുക്കെല്ലാം വെട്ടിപ്പിടിക്കണം എന്ന് തോന്നും, ഒരുപാട് പണം സമ്പാദിക്കണം, എവിടേക്കും എത്തണം, ഇതൊക്കെയാണ് സക്സസ് എന്ന് തോന്നും. പിന്നെ ഒരു പോയിന്റിൽ നമുക്ക് തോന്നും അതൊന്നും അല്ല, കുറച്ചുകൂടി മെൻ്റൽ പീസ് ഒക്കെ ഉള്ളതാണ് നല്ലതെന്ന് തോന്നും. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ട് എനിക്കും പേഴ്സണലി ഒരു എന്താ പറയുക, ഒരു പ്യൂരിഫിക്കേഷനും പേഴ്സണൽ ഗ്രോത്തും ഒക്കെ ഉണ്ടാവണം. അതുകൊണ്ട് മറ്റുള്ളവർക്കും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം. ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയവും അത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രീഷ്യസ് വാല്യൂ കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ജോലി ആയിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടി പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഡെഫിനിഷൻ ഓഫ് സക്സസ് എന്ന് ചോദിക്കുമ്പം ബേസിക്കലി അങ്ങനെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഡെഫിനിഷൻ ഓഫ് സക്സസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ പർപ്പസ് നമ്മുടെ ലൈഫിന് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു മീനിങ് ഓഫ് ലൈഫ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമ്മൾ കുറേയെങ്കിലും ആ ഒരു അതിലേക്ക് എത്തിപ്പെടുക, നമ്മുടെ ഒരു ഡെസ്റ്റിനി കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റുക, ആ കറക്റ്റായിട്ടുള്ള പാത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുക, നമ്മൾ ആ ഒരു ഗൈഡൻസിൽ തന്നെ പോകുക. അപ്പോൾ ഇതൊക്കെ ഒരു സക്സസ് പോയിൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴെങ്കിലും പർപ്പസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഹെവിയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിലെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബീയിങ് എ കൗൺസിലർ, സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ക്ലയൻറ്റും എൻ്റെ മുമ്പിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചിട്ട് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഈവൻ ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോകുന്ന സമയത്താണെങ്കിൽ പോലും രാവിലെ വാർഡിലേക്ക് കയറി പേഷ്യൻസിനെയൊക്കെ കണ്ട് വരുന്ന ക്ലയൻസിനോടൊക്കെ സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സങ്കടങ്ങളുടെ ഒരു പേമാരിയാണ് അവർ പറയുന്നത്. അവർക്ക് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റാത്ത, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള, ആരോടെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകുന്നു തോന്നുന്ന അത്രയ്ക്കും ഒരാൾക്ക് പറ്റാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ അവരൊരു സൈക്കോളജിസ്റ്റിനെയും സൈക്കോ തെറാപ്പിസ്റ്റിനെയും ഒക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം എൻ്റെ ജോബ് എന്ന് പറയുന്നത് തന്നെ ആളുകളുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒരു ടാസ്ക്, ഒരു ഹെവി ടാസ്ക്കാണ്. പക്ഷേ എനിക്കത് പേഴ്സണലി വലിയ ഹെവിയറായിട്ട് ഫീൽ ചെയ്യുന്നില്ല.
കാരണം ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഞാനും എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലുള്ള ആളുകളും പലപ്പോഴും കടന്നു പോകുന്ന സിറ്റുവേഷൻസ് തന്നെയാണിത്. അപ്പോൾ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലയൻറ്റ്സിനെ മീറ്റ് ചെയ്യുന്നതും അവരോട് സംസാരിക്കുന്നതും ആളുകളെ ഡീൽ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഹെവിയർ ആയിട്ടല്ല തോന്നുന്നത്. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഓരോ പേഷ്യൻസിനോട് സംസാരിക്കുന്ന സമയത്തും അവർ പറയാൻ പോകുന്ന ഇഷ്യൂസിനെ മുഴുവനായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണേ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു മറുപടി പറയാനും അവർക്കതൊരു ആശ്വാസം ആവാനും അവർ വന്നത് ഒരു കറക്റ്റായിട്ടുള്ള സ്ഥലത്താണെന്ന് തോന്നിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു നല്ല, എന്താ പറയുക, ഒരു ഒരു സെഷൻ അവർക്ക് കൊടുക്കാൻ പറ്റണേ എന്നൊക്കെയുള്ളതുമാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. ഇപ്പം വാർഡിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ആ അമ്മാമ്മ ഒരു 2 മണിക്കൂറോളം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർ കരഞ്ഞിട്ട് എൻ്റെ ഈ ഒരു കൈയിൻ്റെ ഇവിടെ ഈ ഭാഗം മുഴുവൻ നനച്ചിട്ടുണ്ട്. അവരെൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അങ്ങനെ അവരവരുടെ കുറേ സങ്കടങ്ങൾ പറയായിരുന്നു. പ്രസൻറ്റാണ് അവർ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവരവരുടെ പാസ്റ്റ് ലൈഫ്, അവരുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2-3 ദിവസമായപ്പോഴത്തേക്ക് ഈ കരച്ചിൽ എനിക്ക് കുറച്ച് നോർമലായി തുടങ്ങി. അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും. അതുപോലെ ഇൻറ്റേൺഷിപ്പിന് പോയ സമയത്ത് ഞാൻ ICUവിൽ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനോട് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സീരിയസ് ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പോയി സംസാരിച്ചത്. അവരൊട്ടും മെഡിസിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഡോക്ടേഴ്സിന് ഫൈൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഞാൻ അവരോട് സംസാരിച്ചു. ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നിട്ട് അവരോട് സംസാരിച്ചു. ഒരുപാട് സംസാരിച്ചു. അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവരുടെ കണ്ണിൽ ആ സമയത്ത് ഒരു മരണഭയമൊക്കെ ഞാനിങ്ങനെ കണ്ടു. അവർക്ക് ഒട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒന്നിനോടും ഒരു റെസ്പോൺസ് ഇല്ല. പക്ഷേ ഞങ്ങളൊരു മണിക്കൂറൊക്കെ അവിടെ നിന്ന് സംസാരിച്ച് പോകാനായപ്പോഴത്തേക്കും ഞങ്ങൾ ചോദിച്ചു, നമുക്ക് എണീക്കണ്ടേ, നമുക്ക് ഇവിടുന്ന് പോകണ്ടേ, ഹസ്ബൻഡും കുട്ടികളൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് വരാൻ വേണ്ടിയിട്ട്, നമുക്ക് ഉഷാറായി ഹെൽത്തി ആയിട്ട് ഇവിടുന്ന് പോകണ്ടെന്നൊക്കെ ചോദിച്ചപ്പം അവരുടെ കണ്ണ് നിറയായിരുന്നു. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളോടും നമ്മുടെ വാക്കുകളോടും റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അവർക്ക് അവിടുന്ന് എണീക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു തുടങ്ങി. അത് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ഫോണെടുത്ത് തന്നെ ടീച്ചേഴ്സിനൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി എനിക്ക് ഇൻറ്റേൺഷിപ്പിന് പോയ സമയത്ത് എന്നൊക്കെ. അപ്പോൾ എൻ്റെ ജോലി എനിക്കൊരു ഹെവിയർ ടാസ്ക് അല്ല, അത് ഏത് വഴിയിൽ വന്നാലും. പക്ഷേ എങ്ങനത്തെ കേസാണ് എൻ്റെ മുമ്പിൽ വരുന്നതെന്നുണ്ടെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവിലേക്ക്, അത് തിയററ്റിക്കലിയും പ്രാക്ടിക്കലി ഒക്കെ എനിക്ക് അതിനുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് എന്നെ എത്തിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ദൈവത്തിനോടുള്ളൂ. 2025 എന്നെ ട്രിഗർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്, ഇപ്പം ഞങ്ങളെല്ലാവരും സൈക്കോളജി പഠിക്കുന്നതായതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുമായിട്ടും ഇങ്ങനെ പേഴ്സണൽ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ ഇങ്ങനെ ചോദിച്ചു, എടി ഈ ആളുകളൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, അവർക്കറിയുന്നില്ലേ അവർ ചെയ്യുന്നത് തെറ്റാന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും അറിയാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയായിരിക്കും ഇത് എടുക്കാമെന്ന് പോലും ചിന്തിക്കാതെ ഒട്ടും എമ്പതി ഇല്ലാത്ത രീതിയിൽ ആളുകൾക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു പോയിൻ്റ് എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സത്യമായിട്ട് ഞാനും എപ്പോഴും വിചാരിക്കുന്ന കാര്യം ഇത്, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ എടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്യണം. അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയെന്നുള്ളത്. മേ ബി ഇവർക്ക് വീട്ടിൽ നിന്നൊന്നും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണോ, അതോ പറഞ്ഞു കൊടുക്കാത്തത് അവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്നൊക്കെ അവളും ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, എന്താ പറയുക, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ചില ആളുകൾ അങ്ങനെയാണ്, ലൈക്ക് അവർ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ചില സിസ്റ്റം ശരിയല്ല, പക്ഷെ എന്തുകൊണ്ട് അതിനകത്തൊരു മാറ്റം വരാത്തെ. അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്നെ ട്രിഗർ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു 25-ൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോപ്പിങ്ങും ഹീലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് തിങ്, കോപ്പപ്പ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിറ്റുവേഷനോട് പൊരുത്തപ്പെടാനുള്ള നമ്മുടെ ഒരു സ്കില്ലിനെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം സ്ഥിരം മഴ പെയ്യുന്നൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ക്ലൈമറ്റ് ചേഞ്ച് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മഴയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കോപ്പപ്പിൽ നടക്കുന്നത്. നമുക്ക് കുടയെടുക്കാം, റെയിൻകോട്ട് ഇടാം, ചെളിയില്ലാത്ത സ്ഥലങ്ങളിലൂടെ നടക്കാം, നമുക്ക് ഹെൽത്ത് കുറച്ചുകൂടി കോൺഷ്യസ് ആവാം, ക്ലൈമറ്റിനനുസരിച്ച് ഫുഡ് സെറ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് കോപ്പപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഡെയിലി ലൈഫിലും പലതരത്തിലുള്ള സ്ട്രഗിൾസ് ആയിട്ട് വരുന്ന പേഷ്യൻസിനടുത്തും പല സമയത്തും കൊടുക്കുന്നത് ഇതുപോലെയുള്ള കോപ്പപ്പ് ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ബേസിക്കലി ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒക്കെ നടക്കുന്നൊരു കാര്യമാണ്. എല്ലാവരുടെ ലൈഫിലും പല കാര്യങ്ങൾക്കും ഹീലിംഗ് ആവശ്യമാണ്. ചിലർ വിചാരിക്കും ഹീലിംഗ് കംപ്ലീറ്റ് ആയി അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതെന്തെങ്കിലും രീതിയിൽ നമ്മളെ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് നമ്മളെ ട്രിഗർ ചെയ്യുന്നുണ്ട്, നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇമോഷൻസിനെ അത് പല സമയത്തും ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവൻറ്റിനോട്, ആ ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം കേട്ടാലും ഒരു റിയാക്ഷനും നമുക്ക് വരാത്ത രീതിയിലേക്ക് നമ്മൾ മൊത്തത്തിൽ മാറുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഹീൽഡായി എന്ന് നമുക്കൊരിക്കലും പല കേസിലും കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ അതൊരു ട്രിഗറായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടോ ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അവിടെയും ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആളുടെ ഹീലിംഗ് കംപ്ലീറ്റ് ആയി എന്ന് അയാൾക്ക് പറയാൻ പറ്റണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് കേട്ടാലും നമുക്കതിനോട് ഒരു ഓക്കെ, നമ്മുടെ ലൈഫിൻ്റെ ഭാഗമല്ല അല്ലെങ്കിൽ നമ്മളതിനെ ഓവർകം ചെയ്തു എന്നുള്ളത് 100% നമ്മുടെ കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിനും നമ്മുടെ ബോഡിക്കും വരെ മനസ്സിലാവണം. ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അപ്പം നമുക്ക് എന്തൊക്കെയോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ആ പ്ലേസ് നമുക്ക് പ്രോബ്ലമാണ്. അപ്പോൾ നമ്മുടെ ബോഡി അത് സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും നമുക്കൊരു കാര്യത്തിനോട് കംപ്ലീറ്റ് ആയിട്ട് ഒരു റിയാക്ഷനും ഇല്ലാത്ത രീതിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് ഹീലിംഗ് കംപ്ലീറ്റ് ആവുന്നത്. ചിലർക്കത് വർഷങ്ങളെടുത്തേക്കാം, ചിലർക്ക് മാസങ്ങളെടുക്കാം, ചിലപ്പോൾ ദിവസങ്ങൾ വരാം. അതിനുവേണ്ടി ഒരുപാട് പ്രോസസ്സിലൂടെ അവർക്ക് പോകേണ്ട വന്നേക്കാം. ഹീലിംഗ് ഈസ് വെരി പേഴ്സണൽ. പക്ഷേ ചിലപ്പോൾ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയേക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് നമ്മൾ പോകുന്നു, ഹീലിംഗ് പെട്ടെന്ന് നടക്കും. നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്നു, ഹീലിംഗ് നടക്കാം. അപ്പോൾ അങ്ങനെ പല പല പോയിൻറ്റ്സിലാണ് ഈ പറയുന്ന സിറ്റുവേഷൻസിൽ ഹീലിംഗ് നടക്കുന്നത്. അടുത്തത് അറ്റാച്ച്മെൻറ്റ് തിയറീസ് എങ്ങനെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഒരു സമയം വരെ, വർഷങ്ങൾക്ക് മുമ്പ് വരെ. എന്തെങ്കിലും പെട്ടെന്ന് കേട്ടാൽ സങ്കടം വരും, ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമാവും എന്നുള്ള ബുദ്ധിമുട്ട്. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ വേഗം വിഷമാവും. എനിക്ക് പിന്നെ ഞാൻ സ്റ്റക്കാവും, ഞാൻ പെട്ടെന്ന് ഷട്ടാവും. എനിക്കൊന്നും തിരിച്ച് മറുപടി പറയാനും സംസാരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ മുഖത്തടിച്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ തീരെ പോകുമായിരുന്നില്ല, എനിക്ക് അവരിഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ വൺസ് ഞാൻ ആ ഒരു ഇമോഷണൽ സെൻസിറ്റിവിറ്റീൻ്റെ വോളിയം ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ഇമോഷണൽ ബൗണ്ടറീസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് പല കാര്യങ്ങളെയും കേൾക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും താല്പര്യമില്ല. ഞാൻ ഡിസേർവ് ചെയ്യാത്ത കാര്യങ്ങളെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് താല്പര്യമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ എൻ്റെ ലൈഫിൽ ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ ഞാൻ ബേസിക്കലി ചെയ്തത് ഇങ്ങനെയുള്ള ആളുകളെ എൻ്റെ ലൈഫിലേക്ക് ഞാൻ തീരെ അടുപ്പിക്കാതായി. അവർക്ക് എൻ്റെ ലൈഫിൽ പിന്നെ ഒരു സ്ഥാനമില്ല. കാരണം ഒരു സമയത്ത് അറ്റ് എനി കോസ്റ്റ് എനിക്ക് എൻ്റെ ഇമോഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുള്ളൂ, എന്നാലേ എനിക്ക് എന്നെ തന്നെ ഒന്ന് സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റേജ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇമോഷണൽ ബൗണ്ടറീസ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി അറ്റാച്ച്മെൻറ്റ് തിയറീസ്, ഞാൻ ഇമോഷണലി പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന ഒരു ആളാണ്. എൻ്റെ ഇമോഷണൽ ബൗണ്ടറി ക്രോസ് ചെയ്ത ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി അയാൾക്ക് എന്നെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പോലും പറ്റിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇമോഷണലി ആരോട്ട് അറ്റാച്ച്ഡ് ആവാറില്ല. പക്ഷെ എന്നാലും നല്ല ട്രൂ സോൾസ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരത്തില്ലേ. എസ്പെഷ്യലി ഞാനിപ്പോൾ പഠിക്കുന്ന എൻ്റെ ക്ലാസ് ഭയങ്കര നല്ലതാണ്. എന്താ പറയുക, എനിക്കറിയത്തില്ല എല്ലാവരും കൂടി എങ്ങനെയാണ് ഈ അണ്ടർ വൺ റൂഫ് വന്നതെന്നുള്ളത്. എനിക്കെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും നല്ല പിള്ളേരാണ്. ഇപ്പം കോഴ്സൊക്കെ തീരുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ല എങ്ങനെയായിരിക്കും എല്ലാവരും പിരിയുന്ന സമയത്തുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്നുള്ളത്. കാരണം ഭയങ്കരമായിട്ട് ഇമോഷണലി ഞങ്ങൾ എല്ലാവരോടും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇങ്ങനെ പറയും, എനിക്ക് പോകാനാകുമ്പോഴത്തേക്ക് നിങ്ങളോടൊക്കെ ഒന്ന് അടി ഉണ്ടാക്കി പിരിയണം, അതാകുമ്പോൾ പോകുന്ന സമയത്ത് ഇത്രയും വിഷമം ഉണ്ടാകത്തില്ലല്ലോ എന്നൊക്കെ. അപ്പം അറ്റാച്ച്മെൻറ്റ് തിയറീസ് എന്നൊക്കെ പറയുന്നതിൽ ശരിക്കും കാര്യമുണ്ട്. നമ്മൾ ഈ റോങ് പീപ്പിളുമായിട്ടാണ് അറ്റാച്ച്ഡ് ആവുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ലൈഫ് എല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ലൈഫിലേക്കാണ് നമ്മൾ ഒരാളെ എൻട്രി ചെയ്യുന്നത്, നമ്മുടെ ഇമോഷണൽ ബൗണ്ടറീസ് ഒക്കെ ക്രോസ് ചെയ്തിട്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണത്. വെറുതെ ഉള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് കയറ്റി വിടരുത്. ഇമോഷണൽ ബൗണ്ടറീസ് ഉണ്ടാവുക പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പറ്റുന്ന, നമുക്ക് ചേരുന്ന, നമുക്ക് ആവശ്യമുള്ള ആളുകളെ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് അടുപ്പിക്കാവുള്ളൂ. അൺലെസ് അവർക്ക് നമ്മളെ ആവശ്യം അത്രയും ഉള്ളൂ. ഇപ്പം ചില ആളുകൾക്ക് നമ്മുടെ സപ്പോർട്ട് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ അവരെങ്ങനെ ആയിക്കോട്ടെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു ആളെ വേണം എന്നുള്ളൊരു സ്റ്റേജിൽ നമ്മൾ അങ്ങനെ നോക്കണ്ട. ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് അവരെ നമ്മുടെ കൂടെ നിർത്താം. അതല്ലാതെ ഒരിക്കലും നമ്മുടെ സ്വന്തം വിൽ വെച്ചിട്ട് നമ്മൾ ഈ
ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരരുത്. അവർക്ക് നമ്മുടെ മന്ത്സ്, ഇയേഴ്സ്, നമ്മുടെ നൈറ്റ്, നമ്മുടെ ഡേ, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എല്ലാത്തിനും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൂ സ്റ്റേയ്ഡ് വെൻ തിങ്സ് ഗോട്ട് മെസ്സി. ഏറ്റവും കൂടുതൽ 25 എനിക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസൊക്കെ വന്നത് 25 അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, എനിക്ക് ഉത്തരം കിട്ടാത്ത, ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക മെസ്റ്റപ്പായി പോയ, പ്രീവിയസ് ഇയേഴ്സിൽ മെസ്റ്റപ്പായി പോയ പല കാര്യങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടിയത്, എല്ലാത്തിനും ഒരു കൺക്ലൂഷൻ, ഒരു ക്ലാരിറ്റി ഒക്കെ വന്നതൊക്കെ 25 അപ്പോൾ എനിക്ക് പ്രോബ്ലംസ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, എൻ്റെ ഹീലിംഗ് ജേർണീൻ്റെ ഒരു ഫേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ കൂടെ വന്നിട്ടില്ല ഒബ്വിയസ്ലി ദൈവമാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ആലോചിക്കും എന്നെയൊക്കെ എങ്ങനെയായിരിക്കും സഹിക്കുന്നുണ്ടാവുക എന്നുള്ളത്. കാരണം ഞാനിപ്പം ഈ വർഷം പ്രാർത്ഥിച്ച കാര്യങ്ങളായിരിക്കത്തില്ല അടുത്ത വർഷം ഉണ്ടാവുക. കാരണം എനിക്ക് വേണ്ടാത്ത പല കാര്യങ്ങളെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുമ്പോഴും, അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിച്ചതിന് ഉത്തരം തരാതിരിക്കുമ്പോഴും എത്ര റൂഡായിട്ട് അരഗൻ്റായിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ പോയി ഞാനിങ്ങനെ പറയാറുണ്ട്, എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കാത്തേ, അങ്ങനെയൊക്കെ ഞാൻ പറയാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഇപ്പം ദൈവം ആസ് എ പേഴ്സൺ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെയൊക്കെ എടുത്ത് വല്ല കിണറ്റിൽ വിട്ടിട്ടുണ്ടാവുമായിരുന്നു. അതുപോലെയാണ് എൻ്റെ ഒരു രീതികളെന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് സത്യത്തിൽ. ലൈക്ക് ഒരു ഫ്രണ്ടിനെ പോലെയാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും പോയി പറയാം. ഒരു ഒരു എന്താ പറയുക, ഒരു ഡയറിയാണ്, ഒരു സ്പിരിച്വൽ ഡയറി പോലെയാണ് എനിക്ക് ആ ഒരു ലൈഫ്. അപ്പം വെൻ തിങ്സ് ഗോട്ട് മെസ്സി എൻ്റെ കൂടെ നിന്നിട്ടുള്ളതിൽ ഫസ്റ്റ് ദൈവമാണ്. സെക്കൻഡ് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ കുറച്ച് പേരുണ്ട്. എനിക്ക് കുറേ എമർജൻസി കോൾ സിസ്റ്റംസ് ഉണ്ട്. എനിക്ക് ഒട്ടും പറ്റാണ്ടാകുമ്പോൾ മാത്രം ഞാൻ വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഡെയിലി എൻ്റെ കൂടെയുള്ള എൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഫാമിലിയാണ്. ഫാമിലി ഒരുപാട് ഈച്ച് ആൻഡ് എവറി ഇമോഷൻസിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ഒന്നും ചെയ്യത്തില്ല. പക്ഷേ എന്നാലും തീരെ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പം അവരത് അറിഞ്ഞും കണ്ടും മനസ്സിലാക്കി നിൽക്കുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ ഭയങ്കര സൂത്തിങ് ആണ്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സാണെങ്കിൽ തന്നെ പല സമയത്തും എന്താ പറയുക, കൂടെ പുറപ്പ് സ്നേഹം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര കാര്യമാണ് സത്യം പറഞ്ഞാൽ. സിബ്ലിങ്സ് ഉള്ളവർക്കറിയാം അതിൻ്റെ ഒരു ഇത്. കാരണം വേറെ ആരും ചോദിക്കുന്നത്, നമുക്കിപ്പം പല ആൾക്കാരും ഒന്നും ചെയ്തൊന്നും തരണ്ട, പക്ഷേ സ്റ്റിൽ അവരുടെ ഒരു ചോദ്യമുണ്ട്, ഞാനങ്ങനെ ചെയ്തു തരട്ടെ നിനക്ക്, അല്ലെങ്കിൽ ഞാനങ്ങനെ ഹെൽപ്പ് ചെയ്യാം നിന്നെ, അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ബ്രോക്കൺഡ് ആയിരിക്കുന്ന സമയത്തുള്ള കോൾസ്, മെസ്സേജസ്, ഇതൊക്കെ ഭയങ്കര എന്താ പറയുക ഹീലിംഗ് ആണ് നമുക്ക്. അപ്പോൾ എനിക്ക് ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ള ആളുകൾ മാത്രമാണ് ഇപ്പം എൻ്റെ ഒരു ക്ലോസ് സർക്കിളിലുള്ളത്. എന്നെ നന്നായിട്ട് അറിയാവുന്ന, എനിക്ക് അവരെയും നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെയുള്ളൊരു വേൾഡ് ക്രിയേറ്റായി വന്നിട്ടുണ്ട് എനിക്ക് ഇവഞ്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്യുവർ ജെംസാണ് എൻ്റെ മെസ്റ്റപ്പായിരുന്ന സമയങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അടുത്തത് ലവ് ഫീൽസ് സേഫ് ഓർ കൺഫ്യൂസ്ഡ് ഇൻ 2025 എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് ഐ എം സിംഗിൾ, ഐ ഡോണ്ട് ഹാവ് എ റിലേഷൻഷിപ്പ്. എന്നാലും ലവ് എന്ന് പറയുന്ന വാക്കിനോടുള്ള എൻ്റെ ഡെഫിനിഷൻ മാറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മൾ കുറേ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനോടുള്ള പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ ഫിൽട്രേഷൻ ക്രൈറ്റീരിയാസ് ഇതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഗുഡ് ഓർ ബാഡ് ആയിട്ടുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും റെഡ് ഫ്ലാഗ്സിനെയും ഗ്രീൻ ഫ്ലാഗിനെയും തമ്മിൽ ഫിൽട്ടർ ചെയ്യാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇഫ് റിലേഷൻഷിപ്സ് വാസ് ലെസൺസ്, വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ലെസൺ? ഡോണ്ട് ട്രസ്റ്റ് പീപ്പിൾ. പാവമാണെന്ന് പുറമേ നടിക്കുന്ന ആളുകൾ ഒന്നും തന്നെ പാവമല്ല, അവർ പ്രിറ്റൻഡ് ചെയ്യുന്നതാണ്. ആളുകളെന്ന് പറയുന്നത് മേ ബി ഞാൻ റെഡ് ഫ്ലാഗ്സിനെയാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, കട്ട റെഡ് ഫ്ലാഗ്സ്. ലൈക്ക് എന്താ പറയുക, ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ഇമോഷണൽ ബിട്രയൽ ചെയ്യാനായിട്ട് ഒരു മടിയുമില്ലാത്ത, അതിനകത്തുനിന്ന് ഒരു റിഗ്രറ്റോ ഗിൽറ്റോ ഇല്ലാത്ത, ലൈക്ക് അറ്റ് എനി കോസ്റ്റ് അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് എന്ത് സിൻ വേണമെങ്കിലും ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഡോണ്ട് ട്രസ്റ്റ് പീപ്പിൾ ഈസിലി. പീപ്പിൾ ആർ നോട്ട് വെരി ഹംബിൾ ഓർ സിമ്പിൾ. എന്താ പറയുക, നമ്മൾ നമ്മളെ തന്നെ നന്നായിട്ട് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിലും ഉള്ള അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഡീപ്പൻ്റ് ആയിട്ടുള്ളൊരു സൈഡുണ്ട്, അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇയേഴ്സ് എടുക്കേണ്ടി വരും. അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻസ് എന്താണ് അതുപോലും മനസ്സിലാക്കാൻ നമുക്ക് ചിലപ്പം പറ്റിയെന്ന് തന്നെ വരില്ല. അതുകൊണ്ട് ഡോണ്ട് ട്രസ്റ്റ് ഈസിലി. ആൾക്കാരെ മനസ്സിലാക്കുക. നന്നായിട്ട് പരിചയമുള്ള, വർഷങ്ങളോളം എടുത്ത് പരിചയമുള്ള, ഓക്കെ ഇവർക്കിതിനപ്പുറത്തേക്ക് മേ ബി പീപ്പിൾ വിൽ ചേഞ്ച്, പക്ഷേ അവരുടെ ഉള്ളിലുള്ള അവരുടെ കുറച്ച് വാല്യൂസ് ഉണ്ട്.
അവർക്കുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതിനൊന്നും വലിയ ചേഞ്ച് പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു ക്വാളിറ്റി വെച്ചിട്ടാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ലെസൺ. ഡിഡ് യു എവർ ക്വസ്റ്റ്യൻ ഗോഡ് ഇൻ ദിസ് ഇയർ? ഡെഫിനറ്റ്ലി എവറി ഡേ ഐ ഡസ് ദാറ്റ്. പക്ഷെ അതൊരു വേദനിപ്പിക്കുന്ന രീതിയിലല്ല. എന്താ പറയുക, എന്താ അങ്ങനെ ചെയ്തേ, എന്താ അങ്ങനെ പറഞ്ഞേ, അപ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞേ, എനിക്ക് അപ്പോൾ എന്തിനാ അങ്ങനെ തോന്നിയേ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അത് അങ്ങനെ എങ്ങനെയായിരുന്നു. അതായത് ഒരു ഫുൾ ബുക്കുണ്ട്, അതിൻ്റെ അവസാനം എൻ്റെ കൺക്ലൂഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൺക്ലൂഷൻ അറിയാതെ നമ്മൾ ഇടയ്ക്കുള്ള കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ലേ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ നിന്നിട്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരു അങ്ങനെയാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു നെഗറ്റീവ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടില്ല. ലൈക്ക് പിള്ളേർ കാര്യം അറിയാതെ പോകുമ്പോൾ നമ്മൾ അടുത്ത ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുന്നത്, അടുത്ത് നമ്മൾ എവിടെയാണ് പോകുന്നത്, ഈ കാണുന്ന സ്ഥലങ്ങൾ എന്താ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുള്ള ക്വസ്റ്റനിങ് ഒക്കെ ഉണ്ട്. വാട്ട് ഡിഡ് വെയിറ്റിംഗ് ടീച്ച് യു ഇൻ സ്പിരിച്വാലിറ്റി? വെയിറ്റിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊരു കാര്യത്തിനൊരു ക്ലാരിറ്റി വേണമായിരുന്നു. ലൈക്ക് ഒരാളൊരു കാര്യം എൻ്റെ ലൈഫിൽ ചെയ്തു, അപ്പം അയാൾ അതിനൊരു കാരണം പറയുന്നു. പക്ഷേ അയാൾ ലോകം മുഴുവൻ ഈ കാരണം പറയുകയാണെങ്കിലും എനിക്ക് ആ കാരണം കൺവിൻസ്ഡ് അല്ല. അപ്പം എനിക്കതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. അറൗണ്ട് ഒരു 3 വർഷത്തോളം ഞാൻ കാത്തിരുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ 3 വർഷത്തിനിടയിലാണ് ശരിക്കും വെയിറ്റിംഗ് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ പറയുക, നമ്മളെപ്പോഴാണോ ഒരു കാര്യം അറിയാനായിട്ട് മാനസികമായും ബാക്കി എല്ലാ രീതിയിലും നമ്മൾ ഒരുങ്ങുന്നത്, ആ സമയത്താണ് അങ്ങനെ ഒരു കാര്യം നമ്മളെ ദൈവം അറിയിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടാവണം. ഒരുക്കം പൂർത്തിയായാൽ മാത്രമാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് എന്തായാലും വേണം. ചിലപ്പോൾ വർഷങ്ങളും മാസങ്ങളൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ വെയിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ വെയിറ്റിങ്ങിന് സ്പിരിച്വാലിറ്റി, പ്രയർ ലൈഫ് ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക, വിശ്വാസം കൈവിടാതെ കാത്തിരിക്കുക, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ് ആക്ച്വലി. എന്താ പറയുക, അതൊരു പോയിൻ്റാണ്. നമുക്ക് പരാതികളില്ലാതെ കാത്തിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ക്ഷമയോടെ ഓക്കെ പോട്ടെ, ഓരോ സമയം കഴിയും, സാരമില്ല പോട്ടെ, ഓക്കെ അടുത്ത് സംഭവിക്കും, അടുത്ത് വരും, കുഴപ്പമില്ല പോട്ടെ വെച്ചാൽ നമ്മളെ തന്നെ ആശ്വസിപ്പിച്ച്, സിറ്റുവേഷൻസിനെയും ആശ്വസിപ്പിച്ച്, ആരെയും ബ്ലെയിം ചെയ്യാതെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വിസ്ഡം പോയിൻറ്റ്. അടുത്തത് സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഗോഡ്സ് ടൈമിംഗ് എന്താണ്. 2 ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൺട്രോളിങ് അല്ല, സറണ്ടറിങ് ആണ് ദൈവത്തിന് മുമ്പിൽ ചെയ്യേണ്ടത്. നമുക്ക് ദൈവത്തിനെ കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ സറണ്ടർ ആവുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പോയിന്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നു, നമ്മൾ സ്റ്റക്കാണ്, നമുക്ക് അതിനപ്പുറത്തേക്ക് പല സിറ്റുവേഷൻസിനോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യാനോ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സറണ്ടർ ആവുക എന്നുള്ളതാണ്. അതായത് ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കഴിവുകൾ ഇതാണ്, എൻ്റെ കുറവുകൾ ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇതുവരെയുള്ള ഞാൻ ഇതാണ്. അപ്പം ആ എന്നെ മോൾഡ് ചെയ്ത് റീഷേപ്പ് ചെയ്ത് എന്താ പറയുക, റെജുനേറ്റ് ചെയ്ത് ഒരു പുതിയ ഒരു റിഫർമേഷനിലേക്ക് കൊണ്ടുവരണേ എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മളവിടെ കൺട്രോൾഡായിട്ട് നിന്നിട്ട് കാര്യമില്ല, നമ്മളെ തന്നെ സറണ്ടർ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഗോഡ്സ് ടൈമിംഗ് ആണ് അടുത്ത് ചോദിച്ചത്. ഗോഡ്സ് ടൈമിംഗ് വിൽ ബി ദ പെർഫെക്റ്റ് ടൈമിംഗ്. നമുക്ക് നമ്മുടെ ലൈഫിൽ അടുത്ത ചാപ്റ്റേഴ്സിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല, നമ്മൾ എവിടെയായിരിക്കും എന്നറിയില്ല, നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആളുകൾ എന്താണെന്ന് അറിയില്ല, ഉണ്ടായിരിക്കുന്ന സിറ്റുവേഷൻസ് എന്താ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ഒരാൾ റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് ഫാക്ട് ഓർ ഫെയ്ത്ത് എന്ന് ചോദിക്കുമ്പോൾ ഫെയ്ത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ മാത്രമാണ് നമുക്ക് ഒറ്റ പാത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഫാക്റ്റിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ഫെയ്ത്തിൽ വിശ്വസിക്കുക. ഐ ചോസ് ഫെയ്ത്ത് ഓവർ ഫാക്റ്റ്. അപ്പം നമ്മൾ ആ ഫെയ്ത്തിൽ ഉറച്ചു നിന്ന് നമ്മൾ ലൈക്ക് നമ്മുടെ പ്രേയേഴ്സിന് മറുപടി ഉണ്ടാവും, ഉറപ്പായിട്ടും ദൈവം നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കും, നമ്മുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥനകളും അൺആൻസേർഡ് ആയിട്ട് പോകത്തില്ല എന്നൊക്കെയുള്ള നമ്മൾ ഉറച്ചു വിശ്വസിച്ച് പോവുക തന്നെ വേണം. അപ്പം എന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ട് നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഗോഡ്സ് ടൈമിങ് നമുക്കൊരു കാര്യം വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല, അതതിൻ്റെ പെർഫെക്ഷനിൽ കിട്ടിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ. പെർഫെക്റ്റ് ടൈം, പെർഫെക്റ്റ് സിറ്റുവേഷൻ, നമ്മളത് റിസീവ് ചെയ്യാനായിട്ടുള്ളൊരു പെർഫെക്റ്റ് കണ്ടീഷൻ. അപ്പം അതൊക്കെ നടന്നാൽ മാത്രമാണ് ഗോഡ്സ് ടൈമിങ് നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഐ ട്രസ്റ്റ്, ഐ ബിലീവ് ഇൻ ഗോഡ്സ് ടൈമിംഗ്. അടുത്തത് എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫിനെ കുറിച്ചിട്ടാണ്. ഡിഡ് സോഷ്യൽ മീഡിയ എവർ ഫീൽ ഓവർവെൽമിങ്?
എനിക്ക് സോഷ്യൽ മീഡിയ ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുന്നൊരു ഒരു സിറ്റുവേഷൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഈ ട്രെൻഡുകളുടെ പുറകെ ആളുകൾ പോകുമ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ലേ അല്ലെങ്കിൽ എത്തുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് എനിക്കുണ്ട്. ആൽഗോരിതംസ് വർക്ക് ചെയ്യുന്ന രീതി, ഈ പറയുന്ന പോലെ 3 മിനിറ്റ് അല്ലെങ്കിൽ 3 സെക്കൻഡ് അറ്റൻഷൻ സ്പാൻ പോലും ഇല്ലാത്ത ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ എനിക്ക് കുറച്ച് എന്താ പറയുക, ലൈക്ക് എങ്ങനെ എനിക്കിതിൽ ഞാൻ കൺവേ ചെയ്യാൻ പറ്റുന്ന മെസ്സേജസ് എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് നോട്ട് ഓവർവെൽമിങ്, ബട്ട് ഇറ്റ്സ് ലിറ്റിൽ ഡിഫറെൻറ്റ് ഓർ ഡിഫിക്കൽട്ട് ടു difficult to handle that situation actually. People want entertainment, like fake testimonials. ആൾക്കാർ ഓടുന്നത് എപ്പോഴും വളരെ ഫാൻറ്റസി ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുടെയും പുറകെയാണ്. പക്ഷേ ലൈക്ക് അവരുടെ ലൈഫിലേക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്ന പല ഇൻഫ്ലുവൻസേഴ്സ്, പല കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇസ് ഗോയിങ് ടു ഫെയിൽ, ഐ തിങ്ക്. കാരണം ഞാൻ ചില ചാനലുകളുടെ സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ് ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെടും. ഇത്രയും നല്ല കോണ്ടൻറ് ഡെലിവറി ചെയ്തിട്ടും ഇതൊന്നും കാണാൻ ഇവിടെ ആളില്ലേ? അതേസമയം കുറേ ചവറ് പോലത്തെ സാധനങ്ങൾ ആൾക്കാരിടുന്ന സമയത്ത് അതിൻ്റെ പുറകെയാണ് കുറേ ആൾക്കാർ ഓടുന്നത്. അപ്പം വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും അതൊക്കെ സെറ്റ് ചെയ്യാം, അങ്ങനെയും അത് കാണാം. പക്ഷേ ഈ ഓഡിയൻസിനെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളത് എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ട്രൂത്താണോ ട്രെൻഡാണോ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് തിങ്, ട്രെൻഡ് നമുക്ക് ആവശ്യമാണ്. കാരണം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ചേഞ്ചിങ് മെൻറ്റാലിറ്റിയാണ്, മൈൻഡ് സെറ്റാണ്. അപ്പോൾ അത് ചേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കറക്റ്റായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ട്രൂത്ത് അവിടെ ആവശ്യമാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാതെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ട്രെൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രൂത്ത് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അടുത്തത്, ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കുക എന്നുള്ളപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് ഞാനത് എപ്പോഴും പറയാറുണ്ട്. ഇപ്പം ഞാൻ ആദ്യം വീഡിയോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു, ഫോളോവേഴ്സൊക്കെ കൂടി. അപ്പം എനിക്കിങ്ങനെ പത്രത്തിലൊക്കെ എന്നെക്കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിളൊക്കെ വന്നു. പിന്നെ കുറച്ചുകൂടെ അടുത്തുള്ള സ്കൂൾസിലും കോളേജസിലൊക്കെ ഞാൻ ഗസ്റ്റായിട്ട് പോകാൻ തുടങ്ങി. ഇപ്പോഴും റിസോഴ്സ് പേഴ്സണായിട്ടൊക്കെ വിളിക്കാറുണ്ട്. ബ്രാൻഡ്സ് നമ്മളെ ധൈര്യമായിട്ട്, ഇപ്പോൾ ലുലു, ഓക്സിജൻ, മയൂരി ഫേർണിച്ചേഴ്സ്, ലൈക്ക് ബികാഷ് ബാബുവിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു, എത്രയോ ഫുഡ് ബ്ലോഗുകൾ ചെയ്തു, ചെറിയ ചെറിയ ബ്രാൻഡുകളെ ഹാൻഡിൽ ചെയ്തു, മൈക്രോ ഇൻഫ്ലുവൻസറായിട്ടും അല്ലാതെയൊക്കെ ഞാൻ കുറേ ബ്രാൻഡ്സിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഓരോ കാര്യവും നമ്മളെ, ഈ ഒരു ബ്രാൻഡുകൾ, ഈ കമ്പനീസ് നമ്മളെ ഓരോ ചെറിയ ചെറിയ ടാസ്കുകൾ ഏൽപ്പിക്കുമ്പോഴും അതൊരു വലിയ കാര്യമാണ്. എനിക്കിപ്പം ചില ക്യാമ്പയിൻസൊക്കെ വരുന്നു. എനിക്ക് ആ ക്യാമ്പയിൻസ് തീരുന്നവരെ എനിക്കൊരു ഇതാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്സ് നോക്കും. ലൈക്ക് ആ ഷോപ്പിലേക്ക് ആൾ കയറണം, അവിടെ സെയിൽ നടക്കണം എന്നൊക്കെയുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സൊസൈറ്റീനോടുള്ള റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ തന്നെ നല്ല ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ബേസിക്കലി കോസ്മെറ്റിക്സ് ചെയ്യാത്തത് തന്നെ എനിക്ക് അത്രയ്ക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നിയിട്ടുള്ള ബ്രാൻഡുകളൊന്നും എനിക്ക് പരിചയമില്ല. ബേസിക്കലി ഞാൻ ഒരുപാട് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാറില്ല. ഉള്ളത് തന്നെ ഞാൻ എന്താ പറയുക, റാൻഡംലി പിക്ക് ചെയ്യാറാണ്. ഒരുപാട് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കി വാങ്ങിക്കാൻ എനിക്കറിയത്തില്ല. വൺസ് എനിക്ക് ഉറപ്പുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അതൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോബ് തന്നെയാണ്. 2025 കഴിഞ്ഞ് 26 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പുതിയ വർഷമാണ്. ആരോടും ഞാനൊന്നും ചേസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കണമെന്നൊന്നും പറയത്തില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ ഇതുവരെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പലതും നമുക്ക് നമ്മളെ തന്നെ അറിയാത്തത് കൊണ്ടും മനസ്സിലാവാത്തതുകൊണ്ടാണ് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരുന്നത്. എത്ര സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിലും നമുക്ക് വരാനിരിക്കുന്ന ചലഞ്ചസ് എല്ലാം വരിക തന്നെ ചെയ്യും. പക്ഷെ നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ മുമ്പോട്ടുള്ള ലൈഫ് തന്നെ പോകുന്നത്. അപ്പോൾ മാക്സിമം നമ്മളെക്കുറിച്ചിട്ട് തന്നെ മനസ്സിലാക്കാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരാനും നമ്മളെ നന്നായിട്ട് പാമ്പർ ചെയ്യാനും സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഒക്കെ ഒരു തിരക്കിനിടയിൽ നിങ്ങൾ മറന്നു പോകരുത്. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. കീപ് വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു സോ മച്ച്.